റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സ്വർണ്ണമോഷണ വിവാദങ്ങൾക്കിടെ AKG സെന്ററിൽ നിർണായക കൂടിക്കാഴ്ച നടക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രിയെ കാണുകയാണ് ഇപ്പോൾ. റഹീസ് റഷീദ് പ്രധാന വാർത്തയുടെ വിവരങ്ങൾ നൽകും. റഹീസ്, ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, അതായത് ശബരിമല സ്വർണ്ണപ്പാളി കാണാതായ സമയത്തുള്ള ദേവസ്വം മന്ത്രി, ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നു. വിജിലൻസ് റിപ്പോർട്ട് അന്നത്തെ ദേവസ്വം ബോർഡിനെ കൂടി പ്രതി ചേർത്ത പശ്ചാത്തലമുണ്ട്. അതിന്മേലുള്ള കൂടിയാലോചനകളാണോ? എന്താണ് അറിയാനാകുന്നത് റഹീസ്? സ്മൃതി, ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ യോഗം ചേരുന്നുണ്ട്. നേരത്തെ വിളിച്ച യോഗമാണുള്ളത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി പാർട്ടിപരമായ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടക്കേണ്ട യോഗം മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്നതുകൊണ്ട് AKG സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാൻ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ എത്തിയിരുന്നു, അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി AKG സെന്ററിൽ എത്തിയത്. ആ എത്തിയതിനു ശേഷം യോഗം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടത്. അന്ന് സംഭവിച്ച കാര്യങ്ങളിൽ അന്ന് മന്ത്രി എന്ന നിലയിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പും കടകംപള്ളി സുരേന്ദ്രൻ പാർട്ടി നേതൃത്വത്തിന് അന്ന് സംഭവിച്ച കാര്യങ്ങളിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, മന്ത്രി എന്ന നിലയിൽ അന്ന് ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിന് മുമ്പ് കൊണ്ടുപോയ ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ കാര്യത്തിലാണെങ്കിലും കട്ടളപ്പാലിയുടെ കാര്യത്തിലാണെങ്കിലും മന്ത്രി എന്ന നിലയിൽ താനൊന്നും അറിഞ്ഞിട്ടില്ല. അന്നത്തെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കൂടി എടുത്ത തീരുമാനമാണ് എന്ന വിശദീകരണമാണ് ഇതിനകം തന്നെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയത്. അതിന് പിന്നാലെയാണ് നേരത്തെ നിശ്ചയിച്ചതല്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിയും കടകംപള്ളി സുരേന്ദ്രനും കൂടി ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ട പശ്ചാത്തലത്തിൽ ആ യോഗം തുടങ്ങുന്നതിന് മുമ്പാണ് ദേവസ്വം റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നത്. ആ റിപ്പോർട്ടിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കൊപ്പം ഭരണ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പങ്ക് കൂടി, അവരുടെ ഭാഗത്ത് വീഴ്ച കൂടി പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകുന്നത്. സർക്കാർ കൂടി പ്രതിക്കൂട്ടിലാകുന്ന രൂപത്തിലേക്ക് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് ഏതായാലും പ്രതിക്കൂട്ടിലാണ്, 8ാം പ്രതിയാണ് എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ നിർണായകമായ വഴിത്തിരിവ് വരികയാണ്.